ആശംസ. 2000 വർഷങ്ങൾക്കപ്പുറത്ത് യോസേഫിന്റെയും ഉണ്ണിയേശുവിന് പിറക്കാൻ ഇടം തേടി. ഒടുവിൽ കാലിത്തൊഴുത്തിന്റെ നിസ്സാരതയിൽ രക്ഷകൻ പിറവിയെടുത്തു. ഇന്നും ബേത്ലഹേമിലെ പുത്തൊഴുത്തിൽ മാത്രമേ ഉണ്ണി പിറക്കാവൂ എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ മഞ്ഞിൽ കുളിർന്ന് കുഞ്ഞിളം കൈകൾ നീട്ടി അവൻ നമ്മോട് ചോദിക്കുകയാണ്, പച്ച മനുഷ്യ, എനിക്ക് പിറക്കാൻ ഈ ഹൃദയത്തിൽ ഒരു പുൽക്കൂടൊരുക്കാമോ? വരൂ, നമുക്കും ഹൃദയവിശാലതയുടെ പുൽക്കൂട്ടിലേക്ക് യാത്ര പോകാം. മണ്ണുറങ്ങും വെണ്ണിലാവു തഴുകും മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടി ഉണ്ണിയേശു ജാതനായി. ഹായ്, ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഹാപ്പിയാണല്ലോ. ഇന്ന് രാത്രി എന്ത് പുൽക്കൂട്ടിലും ഉണ്ണീശോയെ കൊണ്ട് കരോളുകാർ വരും. പിന്നെ ഹാപ്പി ക്രിസ്മസ് ടു യു, ഹാപ്പി ക്രിസ്മസ് ടു യു. കരോളുകാർ വരുന്നുണ്ട്, എനിക്കിതിൻ്റെ പണി തീർക്കണം. അതെ, ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഓക്കെ ഓക്കെ, അവിടെ ചെന്നിട്ട് വിളിക്കാം. ഇവിടെ റേഞ്ച് കൊള്ളാം. ഓക്കെ ബൈ. ഹായ് ചേട്ടന്മാരെ, നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് ബേത്ലഹേമിലെ പുൽക്കൂട് തേടി ഇറങ്ങിയതാ. നീ ഏതാ? മറന്നില്ലല്ലോ. ഞാനും അവനെ കാണാൻ ഇറങ്ങിയതാ, പക്ഷെ ആരും വഴി കാട്ടാനില്ല. അതുകൊണ്ട് ഇവിടെ പുൽക്കൂട് ഒരുക്കി കാത്തിരിക്കുക. അല്ല, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സിലിക്കൺ വാലിയിലെ വിജ്ഞാനികൾ.
കണ്ടില്ലേ, ഓരോ നിമിഷവും രക്ഷകന്റെ പിറവിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എന്താ കൂടെ വരാനോ? വേണ്ട വേണ്ട, നീ ഞങ്ങൾക്കൊരു എക്സ്ട്രാ ലഗേജ് ആവും. മാത്രമല്ല നിനക്ക് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ അറിയില്ലല്ലോ. എന്നാലും ഞാനും കൂടെ. നോ പയ്യൻസ്, ഒരെന്നാലും ഇല്ല. കിഴക്കുള്ള നക്ഷത്രം പോകും മുമ്പ് യാത്ര തുടങ്ങട്ടെ. ഡോണ്ട് വറി, തിരിച്ചു വരുമ്പോൾ എല്ലാ വിവരവും നിന്നോട് ഞങ്ങൾ പറയാം. കം ഓൺ ഗൈസ്, ബൈ ബൈ. ദേ കണ്ടില്ലേ, അവരും പോയി. എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ കൂടി കൊണ്ടുപോകാത്തത്. ഞാൻ പിണക്കമാ. അവൻ വരും എന്റെ പുൽക്കൂട് കാണാൻ. അതിനു മുമ്പ് ഞാനൊന്ന് ശരിയാക്കട്ടെ. അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എന്റെ പുൽക്കൂട് കാണാൻ ഉണ്ണി വരുമെന്ന്. പണി കഴിഞ്ഞില്ല. എന്നാലും ഉണ്ണിമിശിഹായ്ക്ക് എന്റെ ഈ കൊച്ചു പുൽക്കൂട്ടിലേക്ക് സ്വാഗതം. നിങ്ങളും ബെത്ലഹേമിലേക്കാണോ? അതെ അതെ, ഇപ്പോൾ തന്നെ നേരെ ഒരുപാട് ലേറ്റായി. അച്ചോ, ഇവിടെ സംസാരിച്ചു നിന്നാൽ എല്ലാം കഴിയുമ്പോൾ ഒരു നേരമാകും. ഇനി പറഞ്ഞില്ല എന്ന് വേണം. എങ്കിൽ ഞാൻ കൂടെ ബെത്ലഹേമിലെ പുൽക്കൂട് കാണാൻ വന്നോട്ടെ. ഒന്ന് പോണേക്ക, ഇവിടെ തണുത്തിട്ട് ഒട്ടിക്ക് നടക്കാൻ വയ്യ. ഇന്ന് നിന്നെ കൊണ്ടോളെ. അച്ഛാ എന്നാ നടക്കല്ലേ? അച്ഛാ, ഞാൻ ഒരു ശല്യവും ഉണ്ടാക്കില്ല. മോനെ, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക? ആള് തികഞ്ഞു പോയി. ഇനി നീ കൂടെ വന്നാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കും. തിരിച്ചു വരുമ്പോ എന്തായാലും ഉണ്ണിയെ നിന്റെ പുൽക്കൂട് കാണിച്ചേ ഞങ്ങൾ മടങ്ങും. എന്നാ നമ്മള് പോകുമല്ലേ? ഞാൻ കൂടെ. എന്നെ ആർക്കും ഇഷ്ടമില്ല. ആർക്കും എന്നെ വേണ്ട. ഇല്ല, ഞാൻ ഇനി പണിയുന്നില്ല. എന്റെ പുൽക്കൂട് ഉണ്ണിക്ക് ഇഷ്ടപ്പെടില്ല. ലിറ്റിൽ ജോണി, മോൻ എന്തിനാ കരയുന്നേ? നിന്നെ കാണാൻ, നിന്റെ പുൽക്കൂട് കാണാൻ കഴുതേറിയ സമ്മാനങ്ങളുമായി സാന്താക്ലോസ് അപ്പൂപ്പൻ എത്തിക്കഴിഞ്ഞു. കണ്ണീരൊക്കെ തുടച്ച് ഹാപ്പി ആയിരിക്കെ. സ്മാർട്ട് ബോയ്.
ആ കിഴക്കൻ നക്ഷത്രം നമ്മെ വഴിതെറ്റിച്ചെന്ന എനിക്ക് തോന്നുന്നത്. അതുമല്ലെങ്കിൽ എന്റെ സിസ്റ്റർ കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുണ്ടാവും. ഇക്കൊരു ഉണ്ണി പറഞ്ഞിട്ടില്ലെന്നാ എന്റെ സംശയം. അവിടെ അതിന്റെ യാതൊരു ലക്ഷണമില്ല. എന്താ എന്താ ഒരു പ്രശ്നം? എന്നിട്ടായാലും ഉണ്ണി പറയാതെ മോശമായിപ്പോയി. ആര് പറഞ്ഞു ഉണ്ണി പിറന്നിട്ടില്ലെന്ന്? അവൻ പിറന്നു. ബേത്ലഹേമിലെ പുൽക്കൂട്ടിലല്ല, 1000 മനുഷ്യ ഹൃദയങ്ങളിൽ. പക്ഷേ അവനെ തേടിപ്പോയ നിങ്ങളുടെ ഹൃദയങ്ങൾ മറ്റാരെയും സ്വീകരിക്കാൻ കഴിയാതെ നിറഞ്ഞിരിക്കുകയായിരുന്നു. വഴിവെക്കിലിരുന്ന് അവൻ ചോദിച്ചില്ലേ കൂടെ പോരട്ടെ എന്ന്? പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. അഹങ്കാരമുള്ള തിരക്കിന്റെ ഹൃദയങ്ങളിലല്ല, മറിച്ച് എല്ലാവരെയും സ്വീകരിക്കുന്ന വിശാല ഹൃദയങ്ങളിലേക്കാണ് ഉണ്ണി പിറക്കുന്നത്. ആ